ഹായ് ഹലോ. അപ്പം നമ്മുടെ സമ്മർ സീരീസ് ഇപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഒരു പുതിയ ഐറ്റത്തിനെ കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സമ്മർ സീസണൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ വിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള, ശരീരത്തോട് നല്ല തണുപ്പ് കിട്ടുന്ന, വിയർപ്പൊന്നും പെട്ടെന്ന് പിടിക്കാത്ത ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. അങ്ങനത്തെ നല്ലൊരു മെറ്റീരിയലാണ് മൽക്കോട്ടൺ. കേട്ടിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു കംഫർട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നിതാ ഇതുപോലൊരു ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. ബാക്കിൽ നല്ല തയ്യൊക്കെ വെച്ചിട്ട് നിങ്ങൾ വീഡിയോയുടെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ റഫ് ഞാനിങ്ങനെ വരച്ച് വെച്ച് ഇപ്പോൾ അത് ചുമ്മാ കാണിച്ചു എന്ന് മാത്രം. ബാക്കിൽ തയ്യും വെക്കുന്നുണ്ട്, എലാസ്റ്റിക്കും വെക്കുന്നുണ്ട്. അപ്പോൾ ചൂട് സമയത്ത് നല്ലോണം കാറ്റകത്ത് കയറുകയും ചെയ്യും. പിന്നെ സ്ലീവ്ലെസ് ആണ് കൊടുത്തേക്കുന്നത്. ചൂടായിരിക്കുന്ന സമയത്ത് സ്ലീവിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് കാൽക്കുലേഷൻസിലേക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് 8 വയസ്സിനും 9 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഫ്രോക്കാണ്. അപ്പം നമ്മൾ ഇത് ഓൺ ഫോൾഡിലുള്ള ഫാബ്രിക്കിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ യോക്ക് പോർഷൻ കട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫാബ്രിക്കിനെ രണ്ടായിട്ട് മടക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ഷോൾഡറായിട്ട് ഇവിടെ എടുക്കുന്നത് 6 ഇഞ്ചാണ്. അതുപോലെ താഴേക്കും 6 ഇഞ്ച് തന്നെ നമ്മളെടുത്തു. പിന്നെ നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് അവിടെ വരുന്നത് 8.75 ആണ്. സീം അലവൻസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് 8.75 കിട്ടുന്നത്. പിന്നെ നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് ഏകദേശം വേസ്റ്റ് ലെങ്ത് ആയിട്ട് വരുന്നത് 10 ഇഞ്ചസ് ആണ്. വേസ്റ്റിൻ്റെ അവിടത്തേക്ക് എടുക്കുന്നത് 8.25 ആണ്. എന്നിട്ട് നമുക്കിതിന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു പേപ്പറിലൊക്കെ ചെയ്തെടുത്തിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കംഫർട്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിത് ഡയറക്റ്റായിട്ട് ക്ലോത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കംഫർട്ട് എങ്ങനെയാണോ അതുപോലെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് പോർഷനും നമ്മൾ ഇതുപോലെ തന്നെ വരച്ചെടുത്ത് നമ്മുടെ യോക്ക് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നീട് നമുക്ക് അതിന് നമ്മുടെ കെട്ടൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഒന്ന് റഫായിട്ട് കാണിച്ചു തരാം. പക്ഷേ ഈ വീഡിയോയുടെ തന്നെ പുറകിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ ക്ലോത്തിൽ എങ്ങനെയാണ് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് യോക്ക് കട്ട് ചെയ്തെടുത്തത് അതുപോലെ വരച്ചിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി നമ്മുടെ മെറ്റീരിയലിനെ രണ്ടായി മടക്കി ഓൺ ഫോൾഡായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഇതേ മെഷർമെൻറ്റ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ബാക്കിൽ ഒരു വി ഷേപ്പ് പോലെ കിട്ടും. അതുപോലെ കെട്ടും വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. സെക്കൻഡ് ലെയറായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഏകദേശം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് എ ലൈൻ മോഡലിലാണ് ഞാൻ അതിൻ്റെ ആ സെക്കൻഡ് ലെയർ ചെയ്തേക്കുന്നത്. ആദ്യം നമ്മുടെ വേസ്റ്റിൻ്റെ അവിടുത്തെ 8.25 എടുക്കുകയാണ്. എന്നിട്ട് ലെങ്ത്ത് 13 ഇഞ്ചസാണ് എടുത്തേക്കുന്നത്. അവിടെ നിന്ന് താഴത്തേക്ക് ഒരു സ്ലാൻഡിങ് ലൈൻ താഴെ എടുത്തേക്കുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ അത്രയും കൊടുത്തിട്ട് നമ്മൾ താഴെ ഒരു കർവും കൂടി ചെറിയൊരു കർവ് മതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെഷർമെൻ്റായിട്ട് വരുന്നത്. ഇനി അതിൻ്റെ താഴത്തേക്കുള്ളത് കുറച്ച് ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു ലെയർ ഉണ്ടായിരുന്നു. അതിലത്തേക്ക് വേണ്ടി എടുത്തേക്കുന്നത് 12 ഇഞ്ചിൻ്റെ കൂടെ 20 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നീളം കുറച്ച് കൂടുതലും വീതിയായിട്ട് 10 ഇഞ്ചും വരുന്ന ഒരു ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. അതെടുത്ത് ശേഷം അപ്പോൾ നമുക്ക് 32 ഇഞ്ച് വരും. അപ്പോൾ അതിന് നമ്മൾ ഫ്ലെയർ ഗ്യാദേഴ്സൊക്കെ കൊടുത്തെടുത്തു. ഇതുപോലെ ഞാൻ ലൈനിങ് ആയിട്ട് ഇവിടെ മൽക്കോട്ടൺ മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞു. അപ്പോൾ ഇത് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അതിൽ ഞാൻ ഇവിടെ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് 10 ഇഞ്ച് യോക്കിൻ്റെ ഭാഗം ബാക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് ഞാനിവിടെ മൽക്കോട്ടൺ തന്നെ യൂസ് ചെയ്യാൻ കാരണം ഇടാനുള്ള കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. വേറെ ലൈനിങ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ അതെനിക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ കുട്ടികൾക്കാകുമ്പോൾ ഇത് തന്നെ എടുക്കുമ്പോൾ അവർക്ക് നല്ല കംഫർട്ടായിരിക്കും യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ യോക്ക് പോർഷൻ ഇവിടെ 10 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം 5.5 6 ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്തു.
അതിനുശേഷം നമ്മൾ 7 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴേക്കൊരു നമ്മൾ ആലിയ കട്ടൊക്കെ ചെയ്യുന്ന പോലെ ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുത്തിട്ട് താഴെ ഒരു ചെറിയൊരു കേർവ് പോലെ കൊടുക്കുകയാണ്. ഇനി മേളിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന 5.5 ഇഞ്ചിലേക്ക് നമ്മുടെ കൈക്കുഴിയുടെ അതൊക്കെ കഴുത്തിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് നമ്മളിത് ഇതുപോലെ ഒരു ചെറിയ വീനക്ക് പോലെ കൊടുക്കുകയാണ്. കേർവ്ഡ് വി ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കെട്ട് വെക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതങ്ങ് കട്ട് ചെയ്യും. ഇതാണ് മെയിൻ ക്ലോത്താണ് ഞാൻ ഈ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ ലൈനിങ് ബാലൻസ് വന്ന പീസിന് ഒപ്പിച്ച് ഞാനൊരു ലൈനിങ്ങും ഇതിൽ നിന്ന് തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ പാർട്ടിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കാം. മെയിനായിട്ടുള്ളതിൽ ഞാൻ ആ ബാക്കിലത്തെ ഓപ്പണിങ് കൊടുത്തിട്ടില്ല, അവിടെ ഞാൻ അല്ലാതെയാണ് നിർത്തിയേക്കുന്നത്. ലൈനിങ് പോർഷന് മാത്രമാണ് രണ്ട് സെപ്പറേറ്റ് ആക്കി വെച്ചേക്കുന്നത്. ഈ നടുക്കത്തെ പോർഷനിൽ നമുക്ക് ഒരു കെട്ട് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം പിൻ ചെയ്തതിന് ശേഷം എല്ലായിടവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ മാത്രം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല, അല്ലാതെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് കെട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫാബ്രിക്കാണ്. അതിൽ ലാസ്റ്റ് ബാലൻസ് വന്ന കുറച്ച് പീസുകൾ വെച്ചിട്ട് നമുക്ക് കെട്ടും കൂടി ശരിയാക്കി എടുക്കാം. കെട്ടിൻ്റെ ഇതെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇൻവിസിബിളായിട്ട് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ 2 മെറ്റീരിയലിൻ്റെയും നടുക്ക് വെക്കുക എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെയും ലൈനിങ്ങിൻ്റെയും ഇടയിലായിട്ട് ഇതുപോലെ അകത്തേക്ക് കയറ്റി നമ്മുടെ കെട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ പീസുകളൊന്നും വെളിയിൽ കാണില്ല. അപ്പോൾ നമ്മൾ എല്ലാ പീസും കൂടി അകത്തൊക്കെ ആക്കിയിട്ട് കെട്ടൊക്കെ അകത്താക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമേ ഓപ്പണിങ് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ നടുക്കത്തെ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഹോളിലൂടെ തന്നെ നമ്മുടെ വലിച്ചു കഴിഞ്ഞാൽ കെട്ട് വെച്ചിരിക്കുന്നത് വലിച്ചു കഴിഞ്ഞാൽ ഇനി പുറത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. വെളിയിൽ നിന്ന് ഞാനൊരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പോർഷനിൽ മേലത്തെ ഭാഗം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഞാൻ എലാസ്റ്റിക്കൊക്കെ കൊടുത്ത് സ്കേർട്ടും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് മെയിൻ ക്ലോത്ത് നമ്മൾ നല്ല ഭാഗം ഇട്ടേക്കുവാണ് ഫ്രണ്ടിലോട്ട്. അതേപോലെ തന്നെ നല്ല ഭാഗത്തേക്ക് നമ്മുടെ ബാക്ക് പോർഷനും വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നല്ല ഭാഗവും കൂടി വെച്ചിട്ട് നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ താഴെ സ്കേർട്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൊസീജിയേഴ്സ്. ഈ സമ്മർ ഫ്രോക്കിൻ്റെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഈ ഫ്രോക്ക് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റിലൂടെ അറിയിക്കാമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും അത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ ക്ഷമയോടെ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം.